നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംസാരിക്കല്ല അതിന്റെ ഇടയ്ക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അല്ല, എനിക്ക് ഷൗട്ട് ഇടാൻ ഞാൻ എടാ എന്റെ കീ ഒരു സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. അല്ല എന്റെ ആ ബട്ടൺ അല്ല, എന്റെ വേറെ ചില സമയത്ത് അത് വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പൊ കേക്കാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഗോഡ് ഫാദർ വല്ലപ്പോഴും ആൾ വരത്തുള്ളൂ. കാരണം അത് വരാത്തതല്ല, നമുക്കറിയാലോ നമ്മുടെ ബിഹൈൻഡ് ദ ഓപ്പറേഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ജോക്കിയാണ്. സോ പുള്ളി അതിന്റെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗോഡ് ഫാദറിന്റെ കമാൻഡേഴ്സ് ആണ് നിങ്ങളെ ചുറ്റും നിൽക്കുക. സാധാരണ മീറ്റിങ്ങിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോബോയി മാമൻ അല്ല, ബോബോയി കണ്ണാപ്പി അവിടെ സിനിമ എല്ലാം കാണിക്കുന്നുണ്ടോ ആ സൈഡില്? എന്നാ ഇവിടെ ഇപ്പുറത്തെ ഇവിടെ ടേബിളിൽ തറല, ഇവിടെ കുറെ പേര് തറയിലിരിക്കും, സോഫയിൽ ഇരിക്കുള്ളൂ. മറ്റേത് പറഞ്ഞില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് സ്നൈപ്പേഴ്സിന്റെ കാര്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അതെന്തായിരുന്നു നീ തന്നെ പറഞ്ഞു. അതായത് അണ്ണൂന് കണ്ണിന്റെ ഒരു ഇതുണ്ട്. അപ്പോ നമുക്ക് വേണ്ടിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ സ്നൈപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഷിപ്പിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പോ അത് നെക്സ്റ്റ് വീക്കോടുകൂടി നമുക്ക് സ്നൈപ്പേഴ്സ് അവൈലബിൾ ആവും, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വീക്ക് മാക്സിമം. ഇത് ഓൺലി ഫോർ ടിവി ആയിരിക്കും. എന്തോ വാറിലൊക്കെ എടുക്കാം. ആര് ചോദിക്കാൻ? എന്റെ സർവർ ടിവിക്ക് മാത്രം. അല്ലടാ, എല്ലാ വാറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചില വാറുകളിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള അപ്പൊ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളായി നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. എന്നിട്ടും നമ്മളെ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് ആശുപത്രിയിലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മെയിനായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കാം. നമ്മൾ ഈയിടെയായിട്ട് PvP-ൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക്. മെയിനായിട്ട് PvP ആക്ടിവിറ്റീസിൽ നമ്മൾ വീക്കാക്കാൻ പാടില്ല. അപ്പോൾ PvP വീക്കിലി ഒരു 2-3 സിറ്റുവേഷൻസ് എങ്കിലും നല്ല റീസണബിൾ ആണ്, നല്ല രീതിയിലുള്ള, അതായത് വൃത്തികെട്ട ചൊറി അവിടെ പോയി ചൊറിയണമെന്ന് ഞാൻ കാണരുത്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മുടെ ഇവനെ ലോലനുമൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തതാണ്. സോ അതേപോലത്തെ വൃത്തികെട്ട ചൊറി കൊടുക്കരുത്. സോ നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് എടുക്കുക, അത് ഇതാക്കാതെ നമുക്ക് ഇത് കൊണ്ടുപോകണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ആക്ടിവിറ്റി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. പെണ്ണില്ലാത്ത എല്ലാവന്മാരും ഇപ്പോൾ സിറ്റി കയറുന്നില്ല, പെണ്ണുള്ളവന്മാർ മാത്രമാണ് സിറ്റിയിൽ ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരും കൂടെ സിറ്റിയിൽ ആക്റ്റീവ് ആവണം, സിറ്റുവേഷൻസിനൊക്കെ ആക്റ്റീവ് ആവണം. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇങ്ങോട്ട് സജഷൻ ഒന്നും ആരുടെ ചോദിക്കുന്നില്ല. ആൻഡ് വളരെ റീസണബിൾ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തതാണ്. ഇനി തൊട്ട് എല്ലാ മന്തും ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ടാവും, എല്ലാ മന്തിൻ്റെയും. അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കിലി നിങ്ങൾക്ക് പറയുന്ന എമൗണ്ടിനെ ഞങ്ങൾ ചിലപ്പോൾ വീക്കിലി സ്പ്ലിറ്റ് ആക്കും. ഒരു മാസത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് 35 CR, 35 CR എല്ലാ മാസവും എല്ലാ പ്ലേയേഴ്സും തരണം. ഒരു ദിവസം ഇവിടുത്തെ ആവറേജ് ഗ്രൈൻഡിങ് ടൈം വെച്ച് നോക്കിയാൽ ഒരു ദിവസം 1.5 മണിക്കൂർ മിനിമം, അത്രയും മതി. മാക്സിമം 1.5-1.25 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് 30 ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. സോ 35 CR ആണ് എല്ലാ മാസവും ഇനി നിങ്ങൾ തരേണ്ട ഗ്രൈൻഡിങ് ടാർഗറ്റ്. ഗ്രൈൻഡ് ചെയ്യണം, ലെവൽസ് കൂട്ടണം, പിടിച്ചു പറിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചും കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇനി സംസാരമാണ് RP ആണെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിസ്സായാൽ പോലും അടുത്ത ദിവസം നിങ്ങൾക്ക് 1.5-2 മണിക്കൂർ ഇരുന്നാൽ കിട്ടാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഇത് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള. എന്നാലും ഞാൻ ഗ്യാങ് ആക്ടിവിറ്റി പയ്യെ ഇനിഷ്യലി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് തന്നേക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് കുറവാണ്, ടാർഗറ്റ് കുറവാണ്. അപ്പോൾ 35 CR ഒരു മാസം. അപ്പോൾ അത് ചിലപ്പോൾ വീക്ക്ലി, ചിലപ്പോൾ നമ്മളത് കളക്ട് ചെയ്യും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും കളക്ട് ചെയ്യണത്. അത് അതിനനുസരിച്ച് പറയാം. ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ടിവിയുടെ കോ-ലീഡർ സ്ഥാനത്ത് നിന്ന് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്ക്. സോ ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കണ്ണാപ്പി ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ഗ്യാങ്ങിന്റെ ഇവിടെ ഡെക്കോറും, ഇവിടെ ഒരു ഹൈറാർക്കിയും, ഇവിടെ ഒരു ഡിസിപ്ലിനും ഉണ്ട്. ആ ഡിസിപ്ലിനെതിരെ ഇനി ആര് ബിഹേവ് ചെയ്താലും ഇത് തന്നെയായിരിക്കും ഡിസിഷൻ ഉള്ളത്. അത് ലീഡറിന്റെ സൈഡിൽ നിന്ന്, ഗോഡ് ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഇത് തന്നെയായിരിക്കും. വലിയ തെറ്റൊന്നും ചന്ദ്രൻ ചെയ്തെന്നല്ല പറയണത്, ബട്ട് സ്റ്റിൽ അതൊരു ഗ്യാങ്ങിന്റെ ഡിസിപ്ലിൻ എതിരായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ ഒരു മാസത്തേക്ക് കോ ലീഡർ സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ഒരു സസ്പെൻഷൻ ടൈമിൽ പി ഡി ആക്ച്വലി ചന്ദ്രനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ചന്ദ്രനെ അവര് കൊണ്ടുപോയേ അടങ്ങും. ഈ വട്ടം എന്തായാലും നമുക്ക് ചന്ദ്രനെ കൊടുക്കാൻ താല്പര്യമില്ല. ചന്ദ്രനെ കൊണ്ടുപോയേ അവന്മാർക്ക് പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മളെ അടിച്ചിട്ട് അവന്മാർ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സിറ്റിയിൽ ഉണ്ടാകണം. ചന്ദ്രൻ ഇവിടെ ഉള്ള സമയത്ത് ചന്ദ്രൻ്റെ ഒരു കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതും കൂടി നോക്കണം. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പീഡിയുടെ കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാണ്. പീഡിയിലുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം. കാണുമ്പോൾ എടാ പോടാന്ന് വിളിക്കാനുള്ള റൈറ്റ് നമുക്കാർക്കും ഇല്ല. നമ്മുടെ സിറ്റിസൺസിനെയും നമ്മുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ സിറ്റിയിലുള്ളത്. സോ അവരെ കാണുമ്പോൾ ഒരു ബേസിക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇത് കാണാം. ചാടി കയറി എടാ പോടാന്നും ഇതൊന്നും വിളിക്കില്ല. നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അതിനകത്ത് കുറേ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം അവരെ കയറി ചുമ്മാ എടാ പോടാന്നും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഇതാക്കാനും നിൽക്കരുത്. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്ടിവിറ്റിയുടെ കാര്യം അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് വേണം. നമുക്ക് ഈ PvP ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ PvP കിട്ടണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ടർഫ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ സിറ്റിയിൽ ആക്ടിവിറ്റി വേണം, ലോയൽറ്റി പോയിന്റ് വേണം. ഈ ലോയൽറ്റി പോയിന്റ് ഇല്ലാതെ എൻ്റെ അടുത്ത് PvP ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനി ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ കാരണം നിങ്ങൾ ആക്റ്റീവ് ആയാലേ കാർഡ്സ് കിട്ടത്തുള്ളൂ. ആ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഇത്രയായിരുന്നു ഒരു മീറ്റിങ്ങിന്. ആൻഡ് ഇത് വരാത്ത മെമ്പേഴ്സിൻ്റെ അടുത്തുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ അടുത്തത് വേറെ എന്താ അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനാ വാസുവിനെ എല്ലാം പറയണ്ടല്ലോ, വാസുവൻ തന്നെ കവർ ചെയ്തല്ലോ. അല്ല അപ്പാപ്പനായിട്ട് വേറെ എന്തെങ്കിലും ഇത് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂടുതൽ വല്ലതും ആണോ 35 CR? ഗ്രൈൻഡായിട്ട് ടാർഗറ്റ് കൂടുതലല്ല, കാരണം ഇതിന് മുന്നത്തെ ഒരു ഗ്രൈൻഡിങ്ങിന് എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം ട്രക്ക് ജോബ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സുഖമാണ്. കാരണം സിറ്റിയിൽ വെറുതെ നിന്നാൽ പോലും ഒരു 1 CR ഒരു 2 അവർ കിട്ടും അവർക്ക്. മറ്റേ ഹണി അതാ ഹണിയും പാസേജ് ജോബും ഉണ്ട് വാസുവിനെ. അതായത് അതും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ട്. ഹണി 1 മണിക്കൂറിന് എത്ര ഒരു മണിക്കൂറിന് 1 കോടി. വെറുതെ അതാ പറഞ്ഞ 1 മണിക്കൂർ നിന്നാൽ അപ്പൊ 30 ദിവസം വെറുതെ നിന്നാൽ തന്നെ 30 കോടി രൂപ കിട്ടും. വാസുവിന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമുക്ക് 50 കൂട്ടാം കേട്ടോ. അണ്ടിൽ നെക്സ്റ്റ് മീറ്റിംഗ് 35 ആയിരിക്കും ടാർഗറ്റ്. അത് അനുസരിച്ച് നമുക്ക് പയ്യെ ഇതാക്കിയേക്കാം. പിന്നെ ഒരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ TVക്ക് ഹൈറാർക്കി ഗോഡ് ഫാദർ, ലീഡർ, കോ ലീഡർ അത്രേ ഉള്ളൂ. അതിന്റെ താഴോട്ട് ഗാർഡിയനും കൂടിയനും മറ്റേതൊന്നും ഇല്ല. മനസ്സിലായ? ഇത് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വെൽ റെസ്പെക്റ്റീവ് ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ നമുക്ക് ഓൾറെഡി TVക്കകത്ത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കറന്റ് നമുക്ക് അങ്ങനെ ഗാർഡിയനും അതൊന്നും ഇല്ല. ഈ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഗാർഡിയൻ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം വരുവാണെങ്കിൽ തുപ്പി തൂറി മുഖത്ത് എറിഞ്ഞു കൊടുക്കണം കേട്ടല്ല. അങ്ങനെ ഒരു ഹൈറാർക്കി TVക്കകത്തില്ല. എന്റെ പേര് ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു LX2. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ദിവസം നമ്മള് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ റീസെന്റ് ആണ് സസ്പെൻഷൻ വാങ്ങിച്ചത് ചന്ദ്രനെ. എന്നാലും ഒരു കോ ലീഡർ എന്നുള്ള രീതിക്ക് ചന്ദ്രന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ചന്ദ്ര സംസാരിക്കാൻ വേണ്ടി വരാം. 17K watching the stream. Let's go. Welcome. മാന്യ സദസ്സിന് വന്ദനം. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാഡിയൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ചില ഫേക്ക് ഗാഡിയൻസ് കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മളാരും ഇല്ലാത്ത സമയത്ത് അധികാരം ഉപയോഗിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തി നിറഞ്ഞു. അതിന്റെ പേരിലാണ് പറയുന്നത്. ഫേക്ക് ഗാർഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. കണ്ണാപ്പി എന്തെങ്കിലും ഗാർഡിയൻ ആയിട്ട് എന്തെങ്കിലും ഇതായിരുന്നോ? അങ്ങനത്തെ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും? പിന്നെ വേറെ പറയാനുള്ളത് സസ്പെൻഷൻ. ഞാൻ ഇതൊരു നല്ലൊരു സസ്പെൻഷൻ ആയി കണക്കാക്കി തെറ്റുകളൊക്കെ തിരുത്തി അല്ലേ അണ്ണാ? അതെ. പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. നല്ല രീതിയിൽ നമുക്ക് സിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജയ് ഹിന്ദ്. നമുക്ക് മാമന്റെ കാര്യം എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ? സ്ലോട്ട് മാമന്റെ കാര്യത്തിന്റെ സ്ലോട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം കണ്ണാപ്പി കേട്ടാ. നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. സിറ്റിയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആക്ടിവിറ്റി നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം.
നിന്റെ സ്ലോട്ട് ആദ്യം നീ പോവാതെ നോക്കിയാൽ മതി. നീ എന്നിട്ട് മതി മാമന്റെ സ്ലോട്ട് ഇതിനകത്ത് ഇടുന്ന കാര്യം. മാമന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റിയിൽ എത്ര നാൾ ആക്റ്റീവ് ആവണമെന്ന്. ആക്റ്റീവ് ആവുമ്പോൾ മാമനെ അടുത്ത് സ്ലോട്ട് ഇട്ടോളാം. ഇവനെന്തിനാ മാറിയിരിക്കുന്നേ മാമൻ? മാംസ് മാമന്റെ കാര്യത്തിലുള്ള ഡിസിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലോ. ഇപ്പൊ കറന്റ് നിന്നെ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ മാമനെ ഇടട്ടെ കണ്ണാപ്പി? അല്ല ഞാൻ ഇടട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ണാപ്പിയെ കൊണ്ട് എന്താണ് ഗ്യാങ്ങിന് ഉപകാരം? അല്ലല്ല അങ്ങനല്ല കണ്ണാപ്പി ആസേ കൂട്ടുകാരൻ മാമന്റെ നല്ലൊരു ഫ്രണ്ട്. അവന് വേണ്ടിയിട്ട് നിനക്ക്, അതായത് മാമൻ ഈ ഒരു സ്ലോട്ടിൽ കയറി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നീ ഇപ്പം പറഞ്ഞത്. അപ്പൊ അല്ലല്ല അങ്ങനല്ല കണ്ണ അങ്ങനല്ല, അത് നിനക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇല്ല. ഞാൻ കാര്യമായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവസരം അത് ഓക്കെയാണോ? കണ്ണാപ്പി മാമന്റെ അടുത്തുള്ള ഡിസ്റെസ്പെക്ട് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവനെ ഇവിടെ സ്ലോട്ടില്ലാത്ത ആർക്കും. എന്തെങ്കിലും സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇടാനാണ്. ഇപ്പൊ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരിക്കുന്നേ. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് ആരെ മാറ്റണ്ടേ അത് പറ. അതാണ് എന്റെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തർ ചോദിക്കുമ്പോ ഞാൻ ഇന്ന് ആക്റ്റീവ് ആവും നാളെ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനപ്പോ അതിൽ നിന്ന് ആരെ എടുത്ത് മാറ്റണം? അവനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നേ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കറന്റ്ലി ഉള്ള ലിസ്റ്റിനകത്ത് നിന്ന് ആൾക്കാരെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഇപ്പൊ കെവിന്റെ കാര്യത്തിലാണ് ഞാനിപ്പോ ഒരു ഫൈനൽ ഡിസിഷൻ അവന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതോടെ കൺഫേം ആയിട്ട് വേണം എനിക്ക് മാമന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ. പക്ഷെ മാമൻ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ഒന്നും സിറ്റിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. മാമ ഉണ്ടെന്ന് പറയണ എന്താ മാമ? 2-3 ദിവസം നീ ഉണ്ടാവും, അടുത്ത 4 ദിവസം നീ ഉണ്ടാവില്ല. ഇതുവരെ നീ ഒരു നിന്റെ തത്സമയം പോലും റെഗുലർ 10 ദിവസം 15 ദിവസം നിനക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല മാമ ഇല്ല. ഇത് ഇല്ല എന്റെ അടുത്ത് അങ്ങനെ പറയണ്ട. എനിക്കറിയാം കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ മാത്രമായിട്ട് ഇത് ഇപ്പൊ ഡിസ്കസ് ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാത്തത്. അത് ഈ ബുദ്ധിയില്ലാത്ത വാണമൊക്കെയാണ് ഇത് ഈ സബ്ജക്ട് ഇപ്പൊ എടുത്തിട്ടത്. ഞാനൊരു കാര്യം പറയാം. ഈ സാധനം ഇവിടെ ഡിസ്കസ് ചെയ്ത ചാറ്റിലുള്ളവർ ഓരോരുത്തരുടെ പേര് പറയും. ഓരോരുത്തരെ മാറ്റ്, അത് മാറ്റ്, ഇത് മാറ്റ്. അത് ഈ ഇൻ ബിറ്റ്വീൻ ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ചാറ്റ് പറഞ്ഞിട്ട് ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു സാധനം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ചെയ്യത്തില്ല ഞാൻ അങ്ങനെ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത. അവന്റെ ആക്ടിവിറ്റി നോക്കിയിട്ട് ഇവന്മാരെല്ലാം നല്ല മടി കാണിക്കുന്നുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് കുറച്ച് ദിവസം വരുന്ന സമയത്ത് വരുമ്പോ എടുത്ത് സ്ലോട്ടിൽ ഇടാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചന്ദ്ര നീകൻ എന്താ വരാത്ത മീറ്റിങ്ങിനൊന്നും? ഒരു മിനിറ്റ് ഞാൻ കുറച്ച് സംസാരിച്ചത്. അപ്പം ഗ്യാങ്ങിന് മൊത്തത്തിലുള്ള ചോദ്യമാണ്, കണ്ണാപ്പിയെ കൊണ്ട് ഈ ഗ്യാങ്ങിൽ എന്താണ് പ്രയോജനം എന്നുള്ള ആരും റിപ്ലൈ തരുന്നില്ല. പണ്ട് 2 വള്ളിയെങ്കിലും എടുത്തു വരുന്നു. അതിന് കുറവൊന്നും ഇല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ജോക്കി, നല്ല മാറ്റമുണ്ട് ഇവന്. അതായത് മെച്ചൂരിറ്റി ഉണ്ടല്ലേ, പണ്ടത്തെ പോലെ അല്ല. കെവിക്കൊക്കെ എതിരെ സിറ്റുവേഷൻ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന വിധത്തിൽ വരെ എത്തി. സാധാരണ ജോക്കി ഇവന്റെ ആരെങ്കിലും ഇപ്പൊ മാമന്റെ ആരെങ്കിലും ചന്തിക്ക് പിടിച്ചാലോ എന്തിനു പിടിച്ചാലും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. പക്ഷെ മാമന് ഒരു മിനിറ്റ് തപസ് ചെയ്യുന്ന പയ്യൻ മീറ്റിംഗിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യണേ. സാധാരണ എല്ലാത്തിനും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. ഇപ്പൊ നമ്മൾ ഈ കെവിയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പം അതിന് അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തിരുന്നതിനകത്ത് ഇവൻ പോയി സോറി പറഞ്ഞത് സോൾവ് ചെയ്തു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മനസ്സിലായത്? എന്ത് ഗാർഡിയൻ, എന്താണ് ഗാർഡിയന്റെ സ്പെല്ലിംഗ്? ഹൈറാർക്കി ഇല്ല പോയി ഇവിടെ. പിന്നെ ഞാൻ ഒരു കാര്യം, പെണ്ണുങ്ങളുടെ നേരെ തല്ലുകൊള്ളുന്ന ഇവനെയൊക്കെ പിടിച്ച് ടിവിയുടെ ഗാർഡിയൻ ആക്കുന്നതിന് പേരെ ഞാൻ ഈ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുന്നതാ. മനസ്സിലായ? അതിനൊക്കെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഞാൻ അവർക്ക് കൊടുത്തോളാം. തോറ്റത് ഇപ്പോഴും നീ അങ്ങ് എല്ലാരും മറന്നുപോയോ? എനിക്ക് അൽഷിമസ് ഉണ്ടോ? എനിക്ക് അണ്ണുവിന്റെ ബീഫത്തും ഇല്ലത്. ജോക്കിയുടെ ബീവി പാത്ത് എന്റെ ബീവി അവളുടെ വരെ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ടു വാക്ക് അവേ ഫ്രം ദിസ് മീറ്റിംഗ്. ഇറങ്ങി പോടാ മൈര എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സ്വന്തമായിട്ടല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ഉള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എണ്ണിച്ചാൽ നന്നായേനെ.
അടിക്കേണ്ടി ഒരു ഞാൻ ബ്രേക്കപ്പ് ആക്കി ബ്രേക്കപ്പ് 1 2 എല്ലാരും നടാ ആ ലൈനിലൊന്നും അവിടെ അപ്പുറത്തൊന്നും ഉള്ളവർ അപ്പുറത്തൊന്നും പോയി നിൽക്കണം. ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് അണ്ണന്റെ ബ്രേക്കപ്പ് ആണോ? ഞാനൊക്കെ എലിയായിട്ട് അന്നേരല്ലേ ബ്രേക്കപ്പ് ആയി. എന്തുവാ ഇത്? നിന്നെ പറയുന്നുണ്ട്, നിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്. എടാ ബാക്കിയുള്ള സൈഡിലെടാ സംസാരിക്കലടാ 1 2 3 4 5 6 7 8 8 പേർക്ക് ഇവിടെ പെണ്ണുണ്ട്. ബോയ്ഫ്രണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നിനക്കൊന്നും ഈ ഗ്യാങ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനോ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ ഒന്നിനും നിങ്ങൾക്ക് ഒരു ശുഷ്കാന്തിയില്ല. രാത്രി ആവുന്ന സമയത്ത് തോളെ കെട്ടി മറ്റേ ഫ്ലോട്ടിനകത്ത് മറ്റേ ശിവൻ ഇരിക്കുന്ന കണക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സഞ്ചരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. മന്ദാരം ഇങ്ങോട്ടൊന്ന് വന്നേടാ. മന്ദാരം നിനക്ക് ഓൾറെഡി നിന്റെ നെഞ്ചത്തൊരു പൂച്ചയുണ്ട്. രാത്രി ആകുമ്പോ ഈ പൂച്ച മൂലത്തിൽ പോവും, പെണ്ണ് ഫ്രണ്ടി വരും. അല്ല ഇതെന്താണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താണ് സംഭവം? ഈ ഗ്യാങ്ങില് കേറുന്നതിന് മുന്നേ നിന്റെ അടുത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുള്ളതാണ് പെണ്ണ് പാടില്ല, ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറ്റരുത് എന്നുള്ളത്. നമ്മള് പ്രോപ്പർലി ഫാമിലി ഡ്രിവൺ ഒരു ഗ്യാങ് ആണ്, മനസ്സിലായോ? നാം ഒന്ന് നമുക്കൊന്ന്, മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് കയറ്റിയിട്ട് നീയൊക്കെ ഈ രാത്രി ഈ കാണിക്കുന്ന കൂത്താട്ടം എന്താന്ന് എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ. ഒരു ടോട്ടൽ ഓറ തകർക്കുന്ന സാധനങ്ങളാണ്, മനസ്സിലായോ ജോഗി? പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോഗി, ഇവന്മാരാരും ഇതുവരെ ഒരു പെണ്ണിനെ പോലും നമ്മുടെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരുമോ? അതൊന്നും എനിക്കറിയണ്ട. ഇത്രയും റോഡിനകത്ത് നടന്ന വീടും മരവും കിടക്കുന്ന സമയത്ത് ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് ഇത് പോയിന്റ്? ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നില്ല, ഇതെന്ത് ഹോട്ടലോ അല്ലോ അതിനകത്തോട്ട് കൊണ്ടുവരാൻ? പറഞ്ഞ ഉടനെ പറയാം ഗ്യാങ് ഹൗസിൽ ഇല്ല ജോഗി, നമ്മൾ പണ്ട് തൊട്ടേ എടുത്തൊരു ഡിസിഷൻ ആണല്ലോ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് അനത്തൊക്കെ കയറ്റി കഴിഞ്ഞാൽ അപ്പൊ പുറത്താക്കും, അത് വേറെ കാര്യം. സീരിയസ്ലി ഞാൻ പറയുക എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്ത് നമുക്ക് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള എനിക്കറിയാം പ്രായത്തിന്റെ ഓരോരോ ചഞ്ചലകളും മറ്റേതും മറിച്ചതും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ രാത്രി മലകയറ്റം ഒന്ന് ശരിക്കും കുറയ്ക്കണം. ഞാൻ സിറ്റിയിലുള്ള സമയത്ത് ഈ മല കയറുന്നത് കണ്ട ഉറപ്പായിട്ട് സ്പോട്ടിൽ ആ പെണ്ണിനെ വെടിവെച്ചിട്ടും നിന്നെ വെടിവെച്ചിട്ടും ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പം ഈ മലകയറ്റവും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട്, അല്ല ഇവൻ എന്തോ ഈ കാലും കവച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വല്ല കുന്തം പിടിച്ചിരിക്കുന്ന ലുട്ടാപ്പിയാന്നോ? കണ്ണാപ്പി. ആ അപ്പം ഇത് കുറച്ചിട്ട് ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യമായ ഒരു സാധനം. അല്ല ഒരു മിനിറ്റ് ജോക്കി റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം അവിടെ പോകാൻ പറയുമ്പോ മുച്ചിരി അവിടെ പോയി അവനൊന്ന് വിളിച്ചു ജോക്കി. അവനെ വിളിച്ചിട്ട് ആ റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. എടാ PL 40 ദേവി അത് അടിച്ചു പോവല്ലേ സിറ്റി. എന്തൊരു അവസ്ഥയാടാ. പറയടാ എന്തേ? അല്ല നീ റിലേഷൻഷിപ്പ് ഒരു മിനിറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എപ്പോഴും നാക്ക് പുറത്തിട്ട് എടുക്കുന്നവനെ കടുവത്സാന്നാ വിളിക്കുന്നത്. നാക്ക് പുറത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാന്ന് എങ്ങനെ? ഭയങ്കര ചൂട് അതിനോണ്ട് പുറത്തിട്ടെ. ചൂടെടുക്കുന്ന എല്ലാം നീ പുറത്തിടും. അപ്പൊ ഇച്ചിരി ഈ റിലേഷൻഷിപ്പ് ഉള്ളവർ അപ്പുറത്ത് വന്നപ്പോ മോൻ എന്തിനാണ് അപ്പുറത്ത് പോയേ? ഞങ്ങക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഒന്നും ഐശ്വര്യ ഇന്നലെ 18 വയസ്സായി അതിനോണ്ട് ലീവാക്കാൻ. ഐശ്വര്യക്ക് ഏതാ? ഐശ്വര്യ എന്റെ പെണ്ണ്. ഐശ്വര്യ ഇന്നലെ 18 വയസ്സായി അതിനോണ്ട് റിവീലാക്കാണ്ട് നിന്നെ റിവീലാക്കാന്ന് വിചാരിച്ചു. വണ്ടി വല്ലോ? അല്ല 18 വയസ്സ് ഞങ്ങക്ക് 18 വയസ്സായിനല്ലോ, അപ്പൊ അത് പോക്സ് ആവുമല്ലോ. എന്നുള്ള കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞോ.
അപ്പൊ ആ, നമ്മളെല്ലാം അണ്ണനെ പണിനി ആ, അതെ അതെ എല്ലാരും കാണാൻ കാണാനുള്ള വഴിയല്ലോ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. മിസ്റ്റർ ഇങ്ങനെ കാണാൻ പറ്റിയ വഴിയുണ്ട്. ഞാനും ഉം. ഇല്ലടാ അല്ല നിങ്ങളത് ജോക്കിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ടിവിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന്. അറിയോ? പിന്നെ എനിക്ക് ഇവനെ മാത്രമല്ല ഇവനെ കണ്ട് പഠിക്കും നിങ്ങള് പെണ്ണിന്റെ അത് ശരിയാ അതെ 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 ശരി ശരി അതെ ശരി. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ അണ്ടി പ്രവർത്തിക്കരുതെന്ന് നിങ്ങൾ ആരും ആ സാധനം പ്രവർത്തിപ്പിക്കരുത് കാരണം ഇവിടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട മനസ്സിലായോ? ഇന്നലെ വെളുപ്പകാലം 12 മണിക്ക് മൗണ്ട് ചില്ലാണ്ട് മണ്ടലായിരുന്നു ബസ്. അണ്ണു ഓൾറെഡി ആയിപ്പോയതോ? സിറ്റി പഠിക്കാൻ വല്ലതായിരിക്കും അവൻ അങ്ങനത്തെ പോത്തില്ല ഞാൻ എടുത്ത് വളർത്തിയവനാ അങ്ങനൊന്നും പോത്തില്ല. ജോഗി ജോഗി ഇതൊക്കെ ഉണ്ട് ജോഗി കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ഥലം വന്ന് ഞാൻ കൊണ്ട് കാണിച്ചില്ലായിരുന്നു ജോഗി അതേപോലെ ചില്ലയാടില് പുതിയ സ്ഥലം വന്ന് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ എന്താണ് ഈ പൊഹ വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ നീ ഇപ്പൊ ഇത് കാണിച്ചേ? ഇല്ല ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മറ്റേ സാധനത്തിന്റേത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം ഞാൻ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവേ. വന്നല്ലേ എത്ര നേരം എവിടെ ആയിരുന്നടാ? അണ്ണു നെറ്റ് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. നെറ്റ് റീസ്റ്റാർട്ട് അതെ ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജുകൾ എത്തണ്ടേ ഇതാണ് ഡിസിഷൻ എന്നുള്ളതിന്റെ ഒക്കെ അത് പേഴ്സണൽ ഇൻബോക്സിൽ എത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പാവം ഉണ്ടാ മാവൻ. അല്ലല്ല എന്റെ ഇതായിരുന്നു അണ്ണ ഞാൻ അപ്പം ഇവന്റെ ശബ്ദത്തിലുള്ള ഇടർച്ചയും വിഷമം കാണിക്കലും ഒക്കെ ഒരിക്കലും വീടരുതേ ജോക്കി ഒരിക്കലും. ഇല്ലല്ലടാ ഞാൻ ഒരിക്കലും ഇവന്റെ ഈ ഗ്യാങ്ങിലെ നമ്മുടെ ഗ്യാങ്ങിലെ ഏത് പിള്ളേരുടെ വിഷമം വേണമെങ്കിലും ഞാൻ കേൾക്കും പക്ഷെ ഇവന്റെ ഞാൻ കേൾക്കും. അതെന്താ എന്റെ നിന്നെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ റിലേഷൻഷിപ്പിലല്ലേടാ കണ്ണാപ്പി? നീ റിലേഷൻഷിപ്പിലല്ലേ? അല്ലല്ല ബ്രേക്കപ്പ് ആയി. അപ്പൊ എടാ ലോറ സിംഗിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോറയുടെ ഇഷ്ടമല്ല? അത് മോശമല്ലാണ്. അതെന്താ മോശം? അതെന്ത് മോശം? പിന്നെ അതിനൊന്നും ഒരു മോശമില്ല ഒരു മോശമില്ല അതിനൊന്നും. ഒരു മോശവും ഇതാ ജോക്കി പറഞ്ഞ ഇതാ ജോക്കി പറഞ്ഞ എടാ നിന്റെ ഫോൺ തന്നെടാ നിന്റെ ഫോൺ തന്നെ കണ്ണാപ്പി നിന്റെ ഫോൺ തന്നെ ഇവന്മാരാണ് ഇത്രയും പേര് മാറിയിരിക്കുന്നുണ്ടല്ലോ അവന്മാർക്ക് ഉറപ്പുള്ളതുകൊണ്ട് സമ്മതിച്ച് മാറിയിരുന്നു. കണ്ണ അതൊന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും സമ്മതിക്കാനുള്ള സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും. അല്ലടാ ഇന്നലെ ബ്രേക്കപ്പ് ആക്കിയിരുന്നു. ഇന്നലെ ബ്രേക്കപ്പ് ആക്കി പെണ്ണ് സിംഗിളാന്ന് പറയുന്നതിന് ഇപ്പൊ എന്ത് പ്രശ്നം? ഇപ്പൊ സിംഗിളാണ് ഞാൻ. നീയല്ല അവള് സിംഗിളാണ്. അപ്പൊ പിന്നെ എടാ ആരാന്ന് വെച്ചാ നോക്കിക്കൊള്ളാല്ല നോക്കണ്ട സിംഗിളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ലോറയുടെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ മതി. സാറൊക്കെ ഉണ്ടെന്നാ നമ്മൾ അറിഞ്ഞേ. പ്രോപ്പർ ആയിട്ട് നോക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇല്ല ജോക്കി അത് വാസുമോന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അത് എല്ലാവരുടെ അടുക്കും പറഞ്ഞിട്ടില്ല. വാസുമോൻ അത് അപ്രൂവൽ വാങ്ങിയില്ല ജോക്കിയുടെ നിന്ന്. ഇല്ലല്ല ഇനിയിപ്പോ അപ്പം പറഞ്ഞു ഞാൻ സംശയം മാറ്റം ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു തെളിയിക്കണ്ട എന്തിനു തെളിയിക്കണം ഞാൻ ചോദിച്ചത് ജോക്കി നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ട് അവര് മറ്റുള്ള ഗ്യാങ്ങുകളിൽ സ്പൈ ആയിട്ട് കയറാൻ പോവാണ്. അതാണ് പ്ലാൻ ദർ. ഓപ്പറേഷൻ ദർ. ദുരന്തർ. കൊള്ളാം അത് നല്ലതാണ് ആ പരിപാടി. അതെ അതെ അത് വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ജോക്കിയോട് അത് പറയാലേ വാസുമനെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. നീ ഷാൻ എന്തുവാ? അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ജോക്കി. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതില് ഓപ്പറേഷൻ ദർശില് ആദ്യ സ്പൈ ആയിട്ട് പോണത് ഞാൻ തന്നെയാണ്. രൂപമൊക്കെ മാറി. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഷാൻ റഹ്മാൻ. കണ്ടുപടിയടാ മാക്കാമാരെ ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് രാത്രി ആവുമ്പോ മലയുടെ മുകളിലും കാടിന്റെ മുകളിലും ഇപ്പൊ ഇരുട്ടിന്റെ മറവിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ഇവൻ കണ്ടുപടി. പാസുമോനെ കണ്ടുപടി. കേറാൻ പോകുന്നു. കണ്ടിട്ടില്ലല്ലോ എവിടെയും. അല്ല അപ്പാ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ
കാരണം കാര്യം താങ്കൾ ഒരു ഊമ്പന കാര്യം താങ്കൾ പ്രായത്തിന് മുകളിലാണെങ്കിലും നമ്മൾ കുറെ നാളിങ്ങനെ തോളിനോട് തോള് കൈയിട്ട് നടന്ന് വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അങ്ങനെ പറയട്ടെ ജോക്കിയാണ് എന്റെ എന്താ പറയാ ഫാഷൻ ഫോണ് ഓഫ് ചെയ്യണേ. 36 വയസ്സായിരിക്കുകയാണ്. ഹലോ ഹലോ വിളിക്കാൻ തുടങ്ങി. ആരാടാ കുലുക്കുന്നേ? സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ താങ്ക് യു ഓക്കെ എന്തോ വേണോ എന്റെ പൊന്നപ്പാപ്പ. ഓ എന്ത് ചെയ്യാനാ ജോക്കി. താങ്ക് യു ജോക്കി. വെൽക്കം. എന്തായാലും ഒരു നല്ല ബർത്ത്ഡേ ദിവസമായിട്ട് ജോക്കി ദർശനം കിട്ടിയല്ലോ, അത് തന്നെ അതെ. ദർശനം അവിടെ ദർശനം സർവം ദർശനമയം. പേര് കൊള്ളാം കേട്ടാ. ദർശ് ഇതിന്റെ പേര് നമ്മുടെ സർവർ അപ്പൊ ഒരു 100 കോടി ഫോൺ തരണേ. എനിക്ക് അപ്പാപ്പ എനിക്കൊരു ബർത്ത്ഡേ സൈഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മാക്കാമാരെ കണ്ട് പഠിക്ക്. ഇവിടെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് അവൻ ഷാൻ റഹ്മാൻ ആയിട്ട് ഉള്ളിൽ പോകുന്നു, പൈ ഇടിക്കുന്നു. നീയൊക്കെ രാത്രി എന്താണ് ഈ ചെയ്യുന്നത്? എടാ ഇങ്ങനത്തെ വല്ല അവരും പ്ലാൻ തരലെ ഒരു പാട്ടാണ്. ഇതൊന്നെ വയറ്റില്ല വെച്ചിട്ടുള്ള ബർത്ത്ഡേ ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പാപ്പൻ കുറച്ച് അപ്പാപ്പനായല്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് 29 വയസ്സ് തികയാണ്. 29 വയസ്സോ? ഇത് 10 വർഷം മുമ്പ് ചീഞ്ഞ കോമഡിയാണ്. 2026 ആയത് 19 ഞാനും ജോക്കിയൊക്കെ പിന്നെ ജോക്കി സത്യം പറഞ്ഞാല് എന്താ പറയാ, ഞാനും ജോക്കി ഒരേ ഏജ് ആയതുകൊണ്ടേ ജോക്കിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ എഗൈൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പൈസ അവര് തന്നെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തരും. എന്താ പോകുന്നുണ്ടോ നമ്മള്? ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പോയിട്ട് അപ്പാപ്പൻ കുട്ടേ ഹാപ്പി ബർത്ത്ഡേ. പോയിട്ടാ വൈകിട്ടെങ്ങനെ ഹലോ ഹലോ വാസോണാണോ? അതെ ആരാ? നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്തുള്ള ഒരാളാണ്. ആ പറഞ്ഞു. പേരെന്താ? സുഖാണോ? സുഖമാണ്. എന്താ പരിപാടി? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയ്ക്കാ ബ്രോ. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓ ശരി ബർത്ത്ഡേ ആണ്ട് വിളിച്ചതാണ്. എന്റെ ബർത്ത്ഡേ അല്ല. അല്ല അപ്പന്റെ. ആ ഓക്കെ. അത് പറഞ്ഞിട്ട് നാളെ ഒരു അരയെടുത്ത് ഇരിക്കണോണ്ടാ. വൈകിട്ടത്തേക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഞാനിപ്പോഴല്ലേ ഇവിടെ അറിയതേ. സെറ്റാക്ക. ഓക്കെ എന്താ
പിള്ളേരെല്ലാം വന്നേ. ബ്ലാക്ക് മാഫിയോട് പോകലെന്ന് പറ അടുത്ത് വരാൻ പറ നമ്മുടെ ടിവിയിലെല്ലാം ഈ സൈഡിലോട്ട് ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഈ സൈഡിലോട്ട് വന്നോ ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് എല്ലാവരും അവര് ബ്ലാക്ക് മാഫിയ അവിടെ ഇരിക്കട്ടെ ജോക്കി ഒരു മിനിറ്റ് അല്ലല്ല ഒരു മിനിറ്റ് ചന്ദ്ര ചന്ദ്ര എടാ ചന്ദ്ര കേക്കാവോ ബ്ലാക്ക് മാഫിയ ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കമാൻഡേഴ്സ് അല്ലേ ജോക്കിയെ മാറ്റി വിടുന്ന എങ്ങനെയും ഓക്കെ